ഹലോ എവ്രി വൺ, വെൽക്കം ടു നാജി നോട്ട്സ്. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് KTU സിവിൽ എഞ്ചിനീയറിംഗിലെ 2024 സ്കീം ഫസ്റ്റ് സെമസ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലെ പാർട്ട് 2, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദി വീഡിയോ. ആദ്യമേ എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ്? ഇറ്റ്സ് ദ ആർട്ട് ഓഫ് ഡിറക്റ്റിംഗ് ഗ്രേറ്റ് സോഴ്സസ് ഓഫ് നേച്ചർ ഫോർ ദ യൂസ് ആൻഡ് കൺവീനിയൻസ് ഓഫ് മാൻ. നമുക്ക് നേച്ചറിൽ ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാനും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് അതിനെ മാറ്റുന്ന ഒരു ആർട്ടാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇൻ ഡെപ്തിലോട്ട് കടക്കാം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? സിവിൽ എഞ്ചിനീയറിംഗ് ഈസ് ദ ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗിൽ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ? സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും വരും പ്ലാനിങ്, ഡിസൈൻ, കൺസ്ട്രക്ഷൻ, ഇതൊക്കെയാണ് സിവിൽ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത്. അതെ, ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സിവിൽ എഞ്ചിനീയേഴ്സ് വർക്ക് വിത്ത് സ്ട്രക്ചേഴ്സ് എന്ന് നമുക്ക് പറയാം. കാര്യം എന്താ? സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് റോഡ്സ്, ബ്രിഡ്ജസ്, ടണൽസ്, ഡാംസ്, ബിൽഡിങ്സ്, എയർപോർട്ട്സ് ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്നത് ആരാണ്? സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. സോ സിവിൽ എഞ്ചിനീയേഴ്സ് വർക്ക് വിത്ത് സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. നമുക്ക് നമ്മുടെ ലൈഫിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം അല്ലേ? അപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് താമസിക്കാൻ ബിൽഡിംഗ് വേണം, നമുക്ക് വർക്ക് ചെയ്യാൻ ബിൽഡിംഗ് വേണം, നമുക്ക് ട്രാൻസ്പോർട്ടേഷന് റോഡ്, റെയിൽവേസ്, ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് ആവശ്യമാണ്. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മുടെ വേൾഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ജോബ് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സോ ദേ ബിൽഡ് അവർ ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ബിൽഡ് ചെയ്യാൻ ഇതെല്ലാം അത്യാവശ്യമാണ്. ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ചെയ്തു തരുന്നത് ആരാണ്? സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. അതുപോലെ നമുക്കൊരു കാര്യം കൂടെ പറയാം. സിവിൽ എഞ്ചിനീയേഴ്സ് ദേ ക്യാൻ ബി കോൾഡ് ആസ് പ്രോബ്ലം സോൾവേഴ്സ്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഏരിയയിൽ ട്രാഫിക് കൺജഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു സിഗ്നൽ പോസ്റ്റ് വെക്കണം. ഒരു സിഗ്നൽ പോസ്റ്റിൽ ഏതൊക്കെ റെഡ്, ഗ്രീൻ, യെല്ലോ ലൈറ്റ്സ് ഉണ്ടാവും. ഈ ഓരോ ലൈറ്റും എത്ര ടൈം നേരത്തേക്ക് ഓൺ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ ട്രാഫിക് കൺജഷൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം, അതിനുള്ള സൊല്യൂഷൻ കൊണ്ടുവരുന്നത് ആരാ? സിവിൽ എഞ്ചിനീയേഴ്സ്. പിന്നെ അതുപോലെ നമ്മൾ എർത്ത് ക്വേക്ക് എടുക്കുകയാണ്. ഒരു എർത്ത് ക്വേക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ എർത്ത് ക്വേക്കിൽ നിന്നും നമ്മുടെ ബിൽഡിങ് കൊലാപ്സ് ചെയ്യാണ്ട് അതിനെ പിടിച്ചു നിർത്താൻ അതിനനുസരിച്ച് അതിനെ ഡിസൈൻ ചെയ്യുന്നത് ആരാണ്? സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. ദെൻ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ്, പിന്നെ അതുപോലെ പൊല്യൂഷൻ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസിനെല്ലാം സൊല്യൂഷൻ കൊണ്ടുവരുന്നത് ആരാണ്? സിവിൽ എഞ്ചിനീയേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിവിൽ എഞ്ചിനീയേഴ്സിനെ എന്ത് പറയാം? ദേ ക്യാൻ ബി കോൾഡ് ആസ് പ്രോബ്ലം സോൾവേഴ്സ് എന്ന് പറയാം. ഇനി നമ്മൾ കരിയർ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിലോ, നമുക്കിപ്പം 4 വർഷത്തെ സിവിൽ എഞ്ചിനീയറിംഗ് BTech പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഡിസൈൻ ഏരിയ ഉണ്ട്, പ്ലാനിങ്, കൺസ്ട്രക്ഷൻ, ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇതിൽ ഏത് ഏരിയയിലേക്ക് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. സോ നമുക്ക് ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് കരിയർ ഓപ്ഷൻസ് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ലഭ്യമാണ്. സോ ഇതെല്ലാം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ദി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ളൊരു ഏരിയ ആണ്. റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ റോൾ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ 2 രീതിയിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 5 to 7 മാർക്സിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സോ നമുക്ക് നോക്കാം. ആദ്യമേ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ? എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ? ഇറ്റ്സ് ദ ഫ്രെയിം വർക്ക് ഓഫ് ഓൾ സപ്പോർട്ടിംഗ് സിസ്റ്റംസ്. നമുക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലെ എല്ലാ സപ്പോർട്ടിംഗ് സിസ്റ്റംസും കൂടെ ചേർന്നൊരു ഫ്രെയിം വർക്ക്. ഇപ്പോൾ ഈ സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും അതിനകത്ത്? കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എനർജി, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ഫ്രെയിം വർക്കാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വേൾഡ് ഗ്രോത്ത് ആണ് സംഭവിക്കുന്നത്.
അങ്ങനെ നമുക്ക് വേൾഡ് ഗ്രോത്ത് സംഭവിക്കുമ്പോൾ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. നമ്മുടെ വേൾഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇനി ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ സംഭവിക്കും? ഇറ്റ് ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഓക്കെ, ദെൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് അല്ലേ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഓരോ ഫീൽഡ്, നമുക്കിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് സപ്പോർട്ടിങ് സിസ്റ്റംസ് ചേർന്ന ഒരു ഫ്രെയിം വർക്കാണ് നമ്മൾ പറഞ്ഞു. അതിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറിയിലും ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ ആ കാറ്റഗറിയിലോട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഇൻകം കൂടും, ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. അങ്ങനെ ഇൻകം കൂടുമ്പോൾ നമുക്ക് എന്താവും? ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ഇല്ലാണ്ടാവും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്തായി? ഒരു സ്റ്റാൻഡേർഡ് ലിവിങ് ആയി അല്ലേ, ഇംപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ദെൻ നമുക്ക് ഹെൽത്തി ആൻഡ് കംഫർട്ടബിൾ ഹൗസിംഗ് ഫെസിലിറ്റി അല്ലേ, നമുക്ക് താമസിക്കാനൊക്കെ ഹെൽത്തി ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹൗസിംഗ് ഫെസിലിറ്റി കിട്ടും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇംപ്രൂവ്മെൻറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. ദെൻ സേഫ് വാട്ടർ സപ്ലൈ, സേഫ് ആൻഡ് സയൻറ്റിഫിക് വേസ്റ്റ് ഡിസ്പോസൽ, generation of electricity from nuclear, thermal and wind energy, then protection from drought and flood. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ വേൾഡ് തന്നെ മൊത്തത്തിൽ ഒരു ഗ്രോത്ത് സംഭവിക്കുകയാണ്, വേൾഡ് ഡെവലപ്മെൻറ്റ് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. സോ റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ട പോയിന്റ്സ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം. ഇനി നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് റോൾ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അപ്പം എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലെ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ റോൾ? എന്താ? നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ, നമ്മളിപ്പം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. എന്താണ്? കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, റെയിൽവേസ്, പോർട്സ്, ഹാർബേഴ്സ് ആൻഡ് എയർപോർട്ട്സ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ടവേഴ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് ടവേഴ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ആൻഡ് കനാൽസ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്, സിവറേജ് സിസ്റ്റം ആൻഡ് വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ്സ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് ഫെസിലിറ്റീസ്. ഇതെല്ലാം ആരാണ് ചെയ്യുന്നത്? സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് ചെയ്യുന്നത്. സോ റോൾ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഈ പോയിന്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻ ജനറൽ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും അതിനകത്ത്? ടൗൺ ആൻഡ് സിറ്റി പ്ലാനിങ്, ഡിസൈൻ, കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ് ഓഫ് ഡിഫറെൻറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ്. ഇതെല്ലാം സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഫങ്ഷൻസ് ആണ്. ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇതുവരെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ജസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻട്രൊഡക്ഷൻ, റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മേജർ കമ്പോണൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എല്ലാം നോക്കാം. So see you in the next video. Thank you.